ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി യൂട്യൂബ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻവ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ന്യൂ ഇയർ ബിങ്കോ കാർഡ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഇയർ ബിങ്കോ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ എഡിറ്റ് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കാണുന്ന ഈ ടെംപ്ലേറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെംപ്ലേറ്റ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് 2025 ടെക്സ്റ്റ് മാറ്റി 2026 എന്ന് ആക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ടോപ്പിലെ കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകും. കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നതായിട്ട് കാണാം. എന്നിട്ട് ഓരോ ബോക്സിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഗോൾസ് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ഗോൾ ട്രാവൽ ടു വാരണാസി എന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല. അപ്പോൾ ഈ വർഷം എൻ്റെ ഫസ്റ്റ് ഗോൾ തന്നെ വാരണാസി പോകണം എന്നാണ്. സെയിം പ്രൊസീജിയർ നമുക്ക് സെക്കൻഡ് കോളത്തിലും ആഡ് ചെയ്യാം. കംപ്ലീറ്റ് 90 ഡേ ചാലഞ്ച് എന്നുള്ളതാണ് എൻ്റെ സെക്കൻഡ് ഗോൾ. എന്നിട്ട് ബോക്സിനനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് റീസൈസ് ചെയ്യാം. ഇതുപോലെ എല്ലാ ബോക്സിലും നമ്മുടെ ഓരോ ഗോൾസും ഫിൽ ചെയ്യാം. ഗോൾസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. എഴുതുന്ന ഗോൾസ് എല്ലാം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ ഗോൾസ് ആക്കാൻ ശ്രമിക്കുക. വിത്തിൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗോൾസ് എഴുതാൻ ശ്രദ്ധിക്കണം. ഇനി ലെഫ്റ്റ് സൈഡ് പാനലിലെ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ഗോൾസിനനുസരിച്ചുള്ള ഗ്രാഫിക്സ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുക. ഞാൻ വാരണാസിന്ന് സെർച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. ബോക്സിനനുസരിച്ച് ഗ്രാഫിക്സ് റീസൈസ് ചെയ്യുക. നെക്സ്റ്റ് ഫിറ്റ്നസ് ഞാൻ സെർച്ച് ചെയ്ത് ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. ഇമേജ് എത്ര വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഡെസ്ക്ടോപ്പ് ഇമേജസും അപ്ലോഡ്സ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി ഫൺ ഇൻഫോർമൽ ടൈപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഗ്രാഫിക്സ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ഗോൾസിനും ഗ്രാഫിക്സ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പെറൻസിയും റീസൈസും ഒക്കെ ചെയ്ത് നമ്മൾ ഓരോ ഗോൾസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തത്. ഇനി ലെഫ്റ്റ് സൈഡ് പാനലിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ്സിൽ പോയി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്പെറൻസിയും സൈസും അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഗ്രാഫിക്സ് നമ്മൾ ഓൾറെഡി നേരത്തെ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രാഫിക്സിൽ നമ്മുടെ സൈസും അതിൻ്റെ ട്രാൻസ്പെറൻസിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിനിപ്പോൾ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇത് ഫൈനലൈസ് ചെയ്യുക. എന്നിട്ട് ടോപ്പ് റൈറ്റ് സൈഡിൽ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇമേജ് സേവ് ചെയ്യാൻ പല ഫോർമാറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിത് വാൾപേപ്പർ ആക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിൽ സേവ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റിൽ സേവ് ചെയ്യാം. നെക്സ്റ്റ് സേവ് ചെയ്യുന്ന ഫോൾഡർ ആൻഡ് ഫയൽ നെയിം മാറ്റി കൊടുക്കുക. അപ്പോൾ ഫയൽ സേവ് ആയി. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് ഓരോ വട്ടവും ഓരോ ഗോൾ അച്ചീവ് കഴിയുമ്പോഴും നമ്മൾ ഒരു ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ബിങ്കോയുടെ റൂൾ. അപ്പോൾ ക്രോസിന് പകരം ഞാൻ ഓരോ ഗോൾ കഴിയുമ്പോൾ ഓരോ ഫ്ലവർ വെച്ച് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.